പാകിസ്ഥാനിൽ വീണ്ടും കനത്ത വ്യോമാക്രമണം. പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് അവരുടെ താവളങ്ങൾ തകർത്തെറിഞ്ഞ ഒരു വമ്പൻ വ്യോമാക്രമണത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാനിൽ വ്യോമാക്രമണം എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യ വീണ്ടും സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയോ എന്നാണ് എല്ലാവരും ആദ്യം ചിന്തിക്കുക. എന്നാൽ ഇത്തവണ ഇന്ത്യയല്ല ഈ അപ്രതീക്ഷിത നീക്കം നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ എക്കാലത്തും തങ്ങളുടെ ഏറ്റവും വലിയ ആയുധമായി കൊണ്ടു നടന്നിരുന്ന അഫ്ഗാൻ താലിബാനാണ് ഇപ്പോൾ പാകിസ്ഥാനെതിരെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ബോംബിട്ടിരിക്കുന്നത്. സ്വന്തം മണ്ണിൽ വിദേശ രാജ്യങ്ങൾ വന്ന് ബോംബിട്ടിട്ടും അത് തടയാൻ പോലും ആകാതെ ലോകത്തിന് മുന്നിൽ നാണം കെട്ട് നിൽക്കുകയാണ് പാകിസ്ഥാൻ സൈന്യം. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ, ഖൈബർ പക്തുൻഖ്വ പ്രവിശ്യകളിലെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ താവളങ്ങൾക്ക് നേരെയാണ് താലിബാൻ വ്യോമാക്രമണം നടത്തിയത്. താലിബാൻ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. കാടിനുള്ളിൽ ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്തിരുന്ന ഒരു ഭീകര സംഘടന എന്ന നിലയിൽ നിന്നും സ്വന്തമായി വ്യോമസേനയുള്ള ഒരു പരമാധികാര രാജ്യമായി താലിബാൻ മാറിയിരിക്കുന്നു. അതാണ് ഈ ആക്രമണം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. മുൻപ് അഫ്ഗാനിലേക്ക് അതിർത്തി കടന്ന് പാകിസ്ഥാൻ നിരന്തരം ആക്രമണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഇന്ന് പാകിസ്ഥാന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാനുള്ള ശേഷി താലിബാൻ കൈവരിച്ചിരിക്കുന്നു. തങ്ങൾ വളർത്തിയ പാമ്പ്, വിഷപ്പാമ്പ് ഇപ്പോൾ തിരിഞ്ഞു കൊത്തുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കാനേ പാകിസ്ഥാന് കഴിയുന്നുള്ളൂ. താലിബാന് ഒറ്റയടിക്ക് ഈ വ്യോമാക്രമണ ശേഷി എങ്ങനെ ലഭിച്ചു എന്നതിലാണ് യഥാർത്ഥ ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നത്. ഇതിന് പിന്നിൽ സാക്ഷാൽ റഷ്യയുടെ പിന്തുണയുണ്ട്. 2026 മെയ് 27 മോസ്കോയിൽ വെച്ച് റഷ്യയും താലിബാനും തമ്മിൽ ഒപ്പുവെച്ച സുപ്രധാന പ്രതിരോധ കരാറാണ് ഈ അപ്രതീക്ഷിത ആക്രമണത്തിന് കാരണം. താലിബാൻ പ്രതിരോധ മന്ത്രി മുല്ല യാക്കൂബും റഷ്യയുടെ ഉന്നത ഉദ്യോഗസ്ഥരും തമ്മിലായിരുന്നു ഈ കരാർ ഒപ്പിട്ടത്. അതും നമ്മുടെ അജിത് ഡോവലിന്റെ സാന്നിധ്യത്തിൽ. അമേരിക്ക അഫ്ഗാനിൽ ഉപേക്ഷിച്ചു പോയ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും നന്നാക്കി താലിബാന്റെ വ്യോമസേനയെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ കരാറിന്റെ പ്രധാന ലക്ഷ്യം. റഷ്യയിൽ നിന്നും മടങ്ങിയെത്തിയ ഉടനെ ഇനി അഫ്ഗാനെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ധൈര്യപ്പെടില്ല എന്ന് മുല്ല യാക്കൂബ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന്റെ കൃത്യമായിട്ടുള്ള പ്രായോഗിക രൂപമാണ് ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനിൽ കണ്ടത്. അഫ്ഗാനിസ്ഥാനെ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു കളിപ്പാവയായി എന്നും നിലനിർത്താമെന്ന പാകിസ്ഥാന്റെ എക്കാലത്തെയും വലിയ വ്യാമോഹമാണ് താലിബാൻ തന്നെ ഇപ്പോൾ തകർത്ത് കളഞ്ഞിരിക്കുന്നത്. മറുഭാഗത്ത് പാകിസ്ഥാനെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ട് അഫ്ഗാൻ താലിബാനെ തങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാക്കി മാറ്റുകയാണ് റഷ്യ. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അഫ്ഗാൻ അതിർത്തിയിൽ താലിബാനിൽ നിന്നും തുടർച്ചയായി പ്രഹരമേൽക്കുന്നതോടെ ഇന്ത്യക്കെതിരെ തിരിയാൻ പാകിസ്ഥാന് സമയം ലഭിക്കില്ല. സ്വന്തം അതിർത്തി പോലും സംരക്ഷിക്കാൻ കഴിയാത്ത പാകിസ്ഥാൻ ഈ ദയനീയ പതനം രാജ്യത്തിന്റെ സമ്പൂർണ്ണ തകർച്ചയുടെ തുടക്കം കൂടിയാണ്.